സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ 26 കൊല്ലവർഷം 1201 കന്നി 9 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്ത: പ്രമേഹ സൗഹൃദ തൊഴിലിടം പദ്ധതി. സരസ്വതിയുടെ പ്രമേഹത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു പൊന്തൂവൽ കൂടി. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടലുമായി പോർക്ക പ്രവർത്തനക്ഷമമാകുക ഈ വർഷം അവസാനത്തോടെ. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ VS അച്യുതാനന്ദൻ സ്മാരക ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. 110 കിലോമീറ്റർ വേഗത്തിൽ മൂന്താ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കാൻ സാധ്യത. സ്വർണ്ണവില കുറഞ്ഞു, പവന് 91,200 രൂപ. വാർത്തകൾ വിശദമായി. ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയമായ ഡയബറ്റിസ് ആൻഡ് വർക്ക് പ്ലേസിന്റെ ചുവട് പിടിച്ച് സരസ്വതി മുന്നോട്ട് വയ്ക്കുന്ന KSRTC ഡിപ്പോകളെ പ്രമേഹ സൗഹൃദ തൊഴിലിടങ്ങളാക്കി മാറ്റുന്ന ഉദ്യമത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനം പാറശാല, നെയ്യാറ്റിൻകര, പാപ്പനംകോട്, തിരുവനന്തപുരം, പേരൂർക്കട യൂണിറ്റുകളിലാണ് സംഘടിപ്പിക്കുന്നത്. വൈകാതെ തന്നെ മറ്റ് യൂണിറ്റുകളിലും പദ്ധതി സംഘടിപ്പിക്കും. നവംബർ 14 ലോക പ്രമേഹ ദിനത്തിൽ KSRTC യൂണിറ്റുകൾ പ്രമേഹ സൗഹൃദ തൊഴിലിടമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടലുമായി നോർക്ക പ്രവർത്തനക്ഷമമാക്കുക ഈ വർഷം അവസാനത്തോടെ. വിദേശ വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുന്നതിന് നോർക്ക റൂട്ട്സ് പ്രത്യേക പോർട്ടൽ തുടങ്ങുന്നു. സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെയാണ് സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ എന്ന പേരിൽ കേരള സർക്കാർ പോർട്ടൽ തുടങ്ങുന്നത്. ഈ വർഷം അവസാനത്തോടെ പോർട്ടൽ പ്രവർത്തനക്ഷമമാകും. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ VS അച്യുതാനന്ദൻ സ്മാരക ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ശ്രീ CK ഹരീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ശ്രീ K ആൻസലൻ MLA, ശ്രീ D സുരേഷ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായ ചടങ്ങിൽ അഡ്വക്കേറ്റ് SK ബെൻ ഡാർവിൻ സ്വാഗതം പറഞ്ഞു. 110 കിലോമീറ്റർ വേഗത്തിൽ മൂന്താ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കാൻ സാധ്യത. യെല്ലോ മെസ്സേജ്, അതീവ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. 29 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത. കേരളത്തിൽ മഴ തോരില്ല. ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിച്ചേക്കില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സ്വർണ്ണവില കുറഞ്ഞു, പവന് 91,200 രൂപ. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. ഇന്നലെ ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 11,400 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 91,200 രൂപയുമായി. രാവിലെ ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ച് ശേഷം ഉച്ചയോടെ ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയും കുറയുകയായിരുന്നു. 18 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9,425 രൂപയായി. കൗതുക വാർത്തകൾ. മിലേ സുർ മേരാ തുമാര ഇന്ത്യ ഏറ്റുപാടിയ ഗാനം. 1988 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് പിന്നാലെ ദൂരദർശനിലൂടെ ഒരു ഗാനം പ്രത്യക്ഷപ്പെട്ടു. 6 മിനിറ്റും 10 സെക്കൻഡുമുള്ള ആ ഗാനത്തിൽ ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ 14 ഭാഷകൾ ഉൾപ്പെടുത്തി നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം ആവിഷ്കരിച്ചായിരുന്നു ആ ഗാനം. ഭീംസെൻ ജോഷി, ലതാ മങ്കേഷ്കർ, ബാലമുരളി കൃഷ്ണ, അമിതാഭ് ബച്ചൻ, പ്രകാശ് പദുക്കോൺ, മല്ലിക സാരാഭായ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 35ഓളം പേർ ആ ഗാനരംഗത്തിൽ അണിനിരന്നു. ആകാശവാണിയും ദൂരദർശനും ചേർന്ന് പ്രസിദ്ധമാക്കിയ ഈ ഗാനം ഓരോ ഇന്ത്യക്കാരനും ഏറ്റുപാടി. 3.5 പതിറ്റാണ്ടിന് ശേഷവും ഇന്ത്യ ഇന്നും ഏറ്റുപാടുന്ന ആ ഗാനം രചിച്ചത് ഇന്നലെ അന്തരിച്ച പീയൂഷ് പാണ്ഡെയായിരുന്നു. കായികം. സംസ്ഥാന കായികമേളയുടെ ട്രാക്കുകൾ ഇളക്കിമറിച്ച യുവതാരങ്ങൾ. 100 മീറ്ററിലും 200 മീറ്ററിലും മീറ്റ് റെക്കോർഡുകൾ തകർത്ത് ആലപ്പുഴയുടെ അതുൽ TM ചരിത്രം കുറിച്ചു. കൂടാതെ സീനിയർ വിഭാഗത്തിൽ പാലക്കാടിന്റെ നിവേദ് കൃഷ്ണയും മലപ്പുറത്തിന്റെ ആദിത്യ അജിയും ഇരട്ട സ്വർണം നേടി തിളങ്ങി. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വിഷയത്തിന്റെ തുടർച്ചയാണ് സംസാരിക്കുന്നത്. പ്രമേഹ പാദരോഗം എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ കാരണങ്ങൾ, ഉണ്ടാകുന്ന പ്രക്രിയ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. ഇനി പറയാനുള്ളത് പ്രമേഹ പാദരോഗത്തിന്റെ ചികിത്സയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹ പാദരോഗം തടയുവാനാണ് എളുപ്പം, ചികിത്സിക്കുവാൻ പ്രയാസമാണ്. അതിന്റെ ചികിത്സയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് പ്രമേഹ പാദരോഗത്തിൽ ഒരു രോഗിക്ക് ഉള്ളം കാലിൽ വ്രണം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഓഫ് ലോഡിംഗ് അഥവാ അവിടെ പ്രഷർ വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. കാലൂന്നി രോഗി നടക്കുമ്പോൾ ആ പുണ്ണിൽ ചവിട്ടുകൊള്ളുകയും ആ പുണ്ണ് കൂടുതൽ വ്യാപിക്കുകയും ചെയ്യും. ആരും ഗൗരവം കൊടുക്കാത്ത ഒരു ചികിത്സാ രീതിയാണിത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രമേഹ രോഗിയുടെ അസുഖം ദിനം പ്രതി വലുതാവുകയും അൾസർ ഗുരുതരമാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഓഫ് ലോഡിംഗ്. 2 അൾസർ അഥവാ വ്രണത്തിന്റെ പരിചരണം. 3 അതിനുവേണ്ട ആന്റിബയോട്ടിക്, അതിനുവേണ്ട അനുബന്ധ ചികിത്സകൾ. ശക്തമായ പ്രമേഹ നിയന്ത്രണം. അടുത്തത് രോഗിക്ക് രക്തഓട്ടം കുറവാണോ എന്ന് പരിശോധിക്കുക. രക്തഓട്ടം കുറവാണ്, രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യമായി ബ്ലോക്ക് മാറ്റുന്ന ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ചെയ്യുക. ഇനി വളരെ വേഗം മുകളിലേക്ക് പടർന്നു കയറുന്ന നെക്രോട്ടൈസിംഗ് ഫേഷ്യേറ്റിസ് എന്ന അതിഭീകരമായ ഒരു രോഗാണുബാധ ഉണ്ടാകാം. 2 രോഗാണുക്കൾ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ചേർന്ന് ആക്രമിച്ച് മുകളിലേക്ക് പഴുപ്പ് കയറി കാലോ ജീവനോ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നെക്രോട്ടൈസിംഗ് ഫേഷ്യേറ്റിസ്. അത് വരികയാണെങ്കിൽ വളരെയധികം എമർജൻസിയാണ്. ഗൗരവമായി അടിയന്തര ചികിത്സ നൽകണം.
പഴുപ്പ് മുകളിലേക്ക് ബാധിച്ച ഭാഗമെല്ലാം തുറന്ന് പഴുപ്പും ജീർണിച്ച മാംസഭാഗങ്ങളും നീക്കം ചെയ്ത് രോഗിക്ക് ക്രിട്ടിക്കൽ കെയർ കൊടുത്ത് രോഗിയുടെ ജീവനും രോഗിയുടെ തകരാറിലായ അവയവവ്യൂഹ പ്രവർത്തനങ്ങളെയും നേരെയാക്കേണ്ടതുണ്ട്. അതൊരു സർജിക്കൽ എമർജൻസിയാണ്, സർജിക്കൽ അറ്റാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹാർട്ട് അറ്റാക്ക് പോലെ ഫുട്ട് അറ്റാക്ക്. അതിന് ഈ പറഞ്ഞ സർജിക്കൽ മാനേജ്മെന്റ് വേണം, ക്രിട്ടിക്കൽ കെയർ മാനേജ്മെന്റ് വേണം, അനുബന്ധ ചികിത്സകൾ വേണം. അങ്ങനെ മുറിവ് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് അടുത്ത ഫേസ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷനാണ്. ആ വൈകല്യമുള്ള അല്ലെങ്കിൽ കേടുപറ്റി ശരിയായ കാലിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ കാല് ഉപയോഗിച്ച് രോഗിക്ക് നടക്കണമെങ്കിൽ ശരിയായ പാദരക്ഷകളോ ഉപകരണങ്ങളോ വേണ്ടിവരും, വ്യായാമങ്ങൾ വേണ്ടിവരും. ഇതെല്ലാം ചെയ്തുള്ള റീഹാബിലിറ്റേഷൻ ഫേസാണ് അവസാനത്തേത്. എന്നാൽ അത് പ്രാധാന്യത്തിൽ അവസാനത്തേതല്ല, വളരെ മുന്നിലാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വ്രണത്തിന്റെ ചികിത്സ, രോഗാണുബാധയുടെ ചികിത്സ, സർജിക്കൽ ട്രീറ്റ്മെന്റ്, അതിനോടൊപ്പം അനുബന്ധ ചികിത്സകളായ രക്തം കയറ്റുക, വിറ്റാമിനുകൾ കൊടുക്കുക, പ്രോട്ടീൻ കുറവാണെങ്കിൽ ആഹാരത്തിലൂടെയും രക്തത്തിലൂടെയും പ്രോട്ടീൻ കൂടുതൽ നൽകുക. അങ്ങനെ രോഗിയുടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ, സമഗ്രമായ ട്രീറ്റ്മെന്റിലൂടെ അദ്ദേഹത്തെ ഗൗരവമായ അണുബാധയിൽ നിന്നും വ്രണബാധയിൽ നിന്നും രക്ഷിക്കുകയും മുറിവിനെ ഉണക്കിയെടുക്കുകയും ചെയ്യണം. ഇനി ഒരു വരി നൂതനമായ ചികിത്സാ രീതിയെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഉണങ്ങാൻ താമസമുള്ള പുണ്ണുകൾക്ക് ഇന്ന് ഒരുപാട് നൂതന ഡ്രസ്സിംഗ് മെറ്റീരിയലുകളും ചികിത്സാ രീതികളുമുണ്ട്. അതിലേറ്റവും പ്രധാനം സ്റ്റെം സെൽ തെറാപ്പി അഥവാ വിത്തുകോശ ചികിത്സയാണ്. വർഷങ്ങളായി രക്തക്കുഴലിൽ അടവുണ്ട്, രക്തക്കുഴൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ബൈപ്പാസ് സർജറിക്കും ആൻജിയോപ്ലാസ്റ്റിക്കും പകരം നമുക്ക് സ്റ്റെം സെൽ തെറാപ്പി നിലവിലുണ്ട്. വിത്തുകോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത വിത്തുകോശങ്ങൾ കാലിൽ കുത്തിവെച്ച് പുതിയ രക്തക്കുഴൽ വളർത്തിയെടുത്ത് ബ്ലോക്ക് ഇല്ലാത്ത രക്തം പുതിയ രക്തക്കുഴലിലൂടെ ഒഴുകിയെത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. ഇനി വളരെ നൂതനമായ ഡ്രസ്സിംഗ് മെറ്റീരിയൽസും ഡ്രസ്സിംഗ് പദാർത്ഥങ്ങളും ഇന്ന് നിലവിലുണ്ട്. അത് ഉദാഹരണത്തിന് ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ, കോളനി സ്റ്റിമുലേറ്റിംഗ് ഗ്രോത്ത് ഫാക്ടർ, എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ. ആ പുണ്ണ് വേഗം അടയുവാനുള്ള, സെല്ലുകൾക്ക് വളർച്ച ത്വരിതപ്പെടുത്തുന്ന പുതിയ ഡ്രസ്സിംഗ് പദാർത്ഥങ്ങളാണവ. അങ്ങനെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹ പാദരോഗത്തിന്റെ ചികിത്സ. ഓർക്കുക, പ്രമേഹ പാദരോഗം വരാതെ നോക്കുന്നതാണ് നല്ലത്. വന്നാൽ ശരിയായ ചികിത്സ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്താൽ കാലുകളെയും ജീവനുകളെയും രക്ഷിക്കുവാൻ കഴിയും. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച ഇതേ സമയം കാണുന്നതും കേൾക്കുന്നതും വരെ. നാളത്തെ പ്രധാന ഒ പി വിവരം: സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 5 മുതൽ 6:30 വരെ. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ 10 മുതൽ 12:30 വരെ, ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ. ENT ഡോക്ടർ അതിൽ കൃഷ്ണ രാവിലെ 9 മുതൽ 1 വരെ, ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 0471 220 2898 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: സ്റ്റെം സെൽ തെറാപ്പി അഥവാ വിത്തുകോശ ചികിത്സയിൽ സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങൾ എവിടെ നിന്നാണ് രോഗിക്ക് നമ്മൾ ലഭ്യമാക്കുന്നത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ. നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.